അടിപൊളി പടം, സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടം. ബാക്കിയുള്ളവരും കൂടെ വന്ന് കാണാൻ പ്രോത്സാഹിപ്പിക്കാൻ അടിപൊളി പടം. രണ്ടും മിക്സാണ്, രണ്ടും ഹിന്ദി ഉൾപ്പെടെ മാറ്റി രണ്ട് മിക്സാണ്, ഇംഗ്ലീഷ് മലയാളവും തമിഴും. സൂപ്പർ പടമാണ്, ഇടിലം പടം. ബാക്കിയുള്ള ഷെയ്ൻ അടിപൊളിയാണ്, വിഷയമാണ്, അവൻ മുത്താണ്, അടിപൊളിയാണ്. പിന്നെ ഷെയ്ൻ്റെ കൊള്ളാം, എൻ്റർടൈൻമെൻറ്റ്, ഒരു ബോറൊന്നും അടിക്കുന്നില്ല, നല്ല അടിപൊളി മൂവി. ഇൻട്രോ സീൻ കിടണം കേട്ടോ, ഒരു രക്ഷയും. കൊള്ളായിരുന്നു ബ്രോ. ഐ മീൻ ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, സെക്കൻഡ് ഹാഫും കൊള്ളായിരുന്നു. പിന്നെ ഈ പഴയ കുറച്ച് ക്ലീശ പരിപാടിയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ മറ്റേ പണ്ട് 96-ൽ ജാനുവിനെ കാണുമ്പം ബോധം പോകുന്ന റാമ് ആ സെറ്റപ്പ് ഇപ്പോഴും ഉണ്ട്. പെണ്ണുങ്ങളെ കണ്ടാൽ ഇങ്ങനെയൊക്കെ ബോധം പോകുമോ, പരിസരം മറന്നത് ഇതും കാണിക്കുമോ അറിയത്തില്ല. അത് സെയിം പരിപാടിയൊക്കെ അല്ല, കൊള്ളാം. ഇതിനകത്ത് ചില എലമെൻറ്റ്സ് ആണ്, ഒരു കണ്ടിന്യൂറ്റി അങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് വരുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് കൊള്ളാം. അവർ ആ ജോഗ്രഫിയൊക്കെ കാണിച്ചത് ബോർഡർ ആണെങ്കിലും അവരങ്ങോട്ട് ആ കറക്റ്റ് ആ സ്പേസ് പിടിച്ച് അങ്ങ് പോകാൻ നോക്കിയിട്ടില്ല. ലൈക്ക് ഓക്കെ, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു, കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. മാസ് മസാല ആക്ഷൻ അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ തന്ന പ്രിൻറ്റിന് എന്തോ കുഴപ്പമുണ്ടെന്ന്, സൗണ്ട് മിക്സിന് എന്തോ കുഴപ്പമുണ്ട്, അല്ലാണ്ട് ഒന്നുമില്ല. കൊള്ളാം, ഷീനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ആക്ഷൻ അതിനുവേണ്ടി കാണാം. കേട്ടില്ല, കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ഞാൻ പറയില്ലേ, ഇടയ്ക്കിടയ്ക്ക് ലാഗുണ്ട്. അവർക്ക് എഡിറ്റിൽ കുറച്ച് വ്യത്യാസം വരുത്തായിരുന്നു, അത് നല്ല കട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ക്രിസ്പിനെസ് വ്യത്യാസമുണ്ട്. പിന്നെ സൗണ്ടിന് എന്തോ കുഴപ്പമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് 5 സെക്കൻഡ്സ് വരുമ്പോഴത്തേക്കും അടിയും സൗണ്ട് വ്യത്യാസമുണ്ട്. പക്ഷേ മൊത്തത്തിൽ കൊള്ളാം, നല്ല രസമുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. ഞാൻ ട്രെയിലർ പോലും കാണാതെയാണ് വന്നത്. ടോട്ടലി അടിപൊളി പടമാണ്. ഒന്ന് എല്ലാവരും കണ്ടുപോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആവറേജ് പടം. ഷെയ്ൻ നിഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുഴപ്പമില്ല, ആക്ഷൻസ് എല്ലാം നന്നായിട്ടുണ്ട്. BGM ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സായ ബെൻകാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. തിരിച്ചു വരവെന്ന് വേണം പറയാൻ. നല്ല ഫൈറ്റ് സീക്വൻസ് എല്ലാം പുള്ളി നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് എല്ലാം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ അഭിനയിച്ച 3 കൂട്ടുകാരായിട്ട് അഭിനയിച്ച ശന്തനു, അവരെല്ലാം നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ ഒരു റോളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓവറോൾ ഒരു യൂത്തിന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. കുറച്ച് റൊമാൻസും കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. യൂത്തിന് കാണാൻ പറ്റിയൊരു മൂവിയാണ്, ഫാമിലി മൂവിയല്ല, യൂത്തിന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഫൈറ്റൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. ഓക്കെ, ഒരു രക്ഷയില്ല. ഇന്നലെ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പടം തന്നെയാണ് അത്യാവശ്യം നല്ല പടം. കാരണം ഫസ്റ്റ് ഹാഫ് എല്ലാം ഒരു രക്ഷയില്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തമിഴ് പടം, മലയാള പടം ഒന്നും പറയാനേ പറ്റില്ല, പക്ക തമിഴ് പടം. അടി അങ്ങനെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു RDX വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ച് ഇമോഷണലും കാര്യങ്ങളും എല്ലാമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു റേഞ്ചിൽ പോകുന്നൊരു പടമാണ്. ക്ലൈമാക്സ് ഒക്കെ അല്പം കൂടെ ഒന്നാക്കിയാലും ശരിയാലും പടം സെറ്റാണ്, വേറെ കുഴപ്പമില്ല. തിയേറ്റർ വാച്ചിന് പറ്റിയൊരു പടമാണ്. നമുക്ക് ക്ലൈമാക്സിലൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും തരും, ഒരു ഇമോഷണൽ കണക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഹാപ്പി എൻഡിങ്ങിന് പകരം ഒരു ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും പടം നമുക്ക് ബോറടിക്കില്ല, മോശം പറയാൻ മാത്രമൊന്നുമില്ല. ശാന്തനും കഴിഞ്ഞുമൊക്കെ ഒരു രക്ഷയില്ല, കിടില ആക്ഷൻ സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒരു വേറൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രം തന്നൊരു സിനിമയാണ് ബൾട്ടി. സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം. അവിടെ ഒരു 4 സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു 3 ഫൈനാൻസിയേഴ്സ്. അപ്പം അവർ കൂടുതലും ഈ എന്താ പറയുക കൊള്ളപ്പലിശയ്ക്ക് പണം ലാർജ് സ്കെയിലും സ്മോൾ സ്കെയിലും കൊടുക്കുന്ന ഒരു 3 ടീമും അവർക്ക് അനുബന്ധമായിട്ടുള്ള കുറേ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഈ 4 സുഹൃത്തുക്കളും ഈ 3 പേരുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. സിനിമ തുടങ്ങി ഒരു ഇൻ്റർവെലോട് അടുക്കുമ്പോഴത്തേക്കാണ് അവർ മെയിൻ പ്ലോട്ടിലേക്ക് തന്നെ എൻ്റർ ആവുന്നത്. അപ്പം അതുവരെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഇവർ കബഡി കളിക്കാൻ പോകുന്നുണ്ട് ഒരു ടീമിന് വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ മാത്രമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് ഒരു കഥയിലേക്ക് കിടക്കുന്നത്. ഇപ്പം ഇത് മൂവി എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ഒരു 90s സംഭവിച്ച ഒരു തമിഴ് സിനിമ മോഡലാണ്. എന്നാൽ സംഭാഷണങ്ങളെല്ലാം മലയാളത്തിൽ തന്നെയാണ്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിവൈകാരികമായിട്ടും അതിനാടകീയമായിട്ടുള്ള ഡയലോഗ്സും അങ്ങനത്തെ രംഗങ്ങളും പിന്നെ ഒത്തിരി ലോജിക്കിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചേട്ടാ ഇത്രയും നേരം ഇവിടുന്ന് അടികൂടിയവന്മാരൊക്കെ പെട്ടെന്നൊരു സ്വിച്ച് ഇട്ട പോലെ അവിടെ നിൽക്കുന്നു. എടാ യവന്മാരൊക്കെ എവിടെ പോയടാ എന്ന് ചോദിക്കുന്നത്. അതായത് നമ്മൾ ആ 90s ഒരു ടിപ്പിക്കൽ ഫോർമാറ്റിൽ എടുത്ത ഒരു സിനിമയാണ്. പിന്നെ ആ ഒരു ഇതിലാൻ കണ്ടിരുന്നാൽ മതി. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക കഥയിലൊരു കഥാതന്തുവിൽ ഭയങ്കര മാറ്റമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ ഇതൊരു പക്ഷേ ഒരു ചെറിയ ക്യാൻവാസിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമ കൂടെയാണ്. അപ്പം ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പം ഇഷ്ടപ്പെടാം. പടം കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. ഈ എടുത്തു പറയേണ്ട കാര്യം ഒരു ആക്ഷൻ
ആക്ഷനാണ്. കാരണം യൂത്തന്മാരെല്ലാം പിടിച്ചിരുന്ന തരത്തിലേക്ക് നല്ല കിടിലം ആക്ഷൻ, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല നിലയിൽ കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത തരത്തിലേക്കുള്ളൊരു ക്ലൈമാക്സ്, ആ രണ്ടുപേരുടെ മരണമൊക്കെ അവിചാരിതമായി സംഭവിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദഹിക്കില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആക്ഷനൊക്കെ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. കിടിലം ആക്ഷൻ, ഒന്നും പറയാനില്ല. ഈ ആഴ്ച ഇറങ്ങിയ സിനിമയിൽ ഷൈനിനോടൊപ്പം അഭിനയിച്ചവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം നല്ല നിലയിൽ ആ ഒരു നല്ല പെർഫോമൻസ്, സൗഹൃദത്തിന് നന്നായിട്ട് ഒരു മൂല്യം കൊടുത്തിട്ടുണ്ട്. സൗഹൃദത്തിൻ്റെ മൂല്യം, ആരും ചതിക്കപ്പെടുന്നില്ല, അവസാന നിമിഷം വരെ കൂട്ടുകാർ കൂടെ ഉണ്ടാകുന്നൊരു നല്ല മെസ്സേജ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരേ സമയം മലയാളവും തമിഴ് സിനിമയും കൂടെ ഒരുമിച്ച് കണ്ട ഒരു ഫീലാണ് വരുന്നത്. വില്ലൻ്റെ റോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ആക്ഷൻ, അത് മിസ് ചെയ്യേണ്ട. തിയേറ്റർ വാച്ച് തന്നെയാണ് നമുക്ക് നന്നായിരിക്കും. എബോവ് ആവറേജ്, അതെ ഒരു എബോവ് ആവറേജ്. എന്നാലും കണ്ടിരിക്കാൻ കൊള്ളാം. മ്യൂസിക്കും ഷൈൻ്റെ പെർഫോമൻസൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ആക്ഷൻ, എടുത്തു പറയാനുള്ള ആക്ഷനൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഈ കബഡി പോർഷൻസ് ആയാലും പിന്നെ ബാക്കിയുള്ളതൊക്കെ കൊള്ളായിരുന്നു. സെൽവരാകാനായി വലിയ കുഴപ്പമില്ല.